ഡേയ് നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ കാലൊന്ന് തിരുമ്പത്താടേ. ഇതിന് ഇവിടുന്ന് നല്ല മീനിൻ്റെ സ്മെല്ലുണ്ട്. എന്തായാലും ഒന്ന് സോപ്പിട്ട് മഴക്കേക്കാം. ആച്ചാ ഞാൻ തിരുമ്പി തരാം. ഓ എന്നാ അഴുക്ക് കാല. ഈ പുള്ളിക്ക് കാലൊന്ന് വൃത്തിയാക്കിക്കൂടെ? ഇന്ന് വൃത്തിയായിട്ട കാല്. ഓ മനുഷ്യൻ്റെ മൂക്ക് പോയി. ഞാൻ അപ്പുറത്തെ കാലം തീറ്റം കൊണ്ട് വരുന്നു. എന്തോന്നിത്? എന്തൊക്കെ അനുഭവിക്കണം. ഇവിടുന്ന് പിന്നെ ആഹാരം കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് കഷ്ടമോ. അപ്പുറത്ത് വീട്ടിൽ ചെന്നതിന് അപ്പുറത്ത് പൂച്ച തന്നിട്ട് ഓടിക്കും. ഇവിടെ നിന്ന് ഇനി വൃത്തിയായിട്ട കാലെന്താ? എന്തൊരു ജീവിതം ചോദിച്ചാൽ എൻ്റെത് ചെയ്ത് കൊടുക്കാം. ഇന്നലെ ഇവൻ്റെ അടുക്ക് ഇത്തിരി മീൻ ചോദിച്ചിട്ട് ഈ ദുഷ്ടം വന്നില്ല. ഇന്നെല്ലാം കിട്ടുമായിരിക്കും. അമ്മയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കഴിച്ചു പിടിച്ച് പോകുന്നു. ഈ ദുഷ്ടനാണ് എനിക്കൊന്നും തരത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ല എന്നെ ഇട്ട് ചവിട്ടിയത്. എപ്പോൾ നോക്കിയാലും ഇത് തന്നെ പണി. മതിയോ ബോസ്? ഇനി തിരുമണോ? നിനക്ക് പറ്റുമെങ്കിൽ കുറച്ചു നേരം കൂടി തിരുമ്പട. ചുമ്മാ വന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്ക് ഭാര്യയായി. അതിൻ്റെ ആവട്ടെ. തിരുമ്മി തരാം ബോസ്. ബോസ് കാല് കുറച്ച് താത്തി വെക്ക് ബോസ്. ഇതെന്തോന്നിത്? ഋജുവലീഫിയാ? വന്ന് നിനക്കൊരനുസരണ ഇല്ല കേട്ടോ. ഇത്രയും ചെയ്തു തന്നൊന്നും പറയാനായിട്ട് മനുഷ്യൻ അനുസരണ ഇല്ലെന്ന്. എന്തൊരു കഷ്ടം ഇത്. ഈ കാലത്ത് ഒരു മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കരുത്. പൂച്ചവംശത്തിന് പോലും ഇത്രയ്ക്കും വൃത്തിയായിട്ട സ്വഭാവമില്ല. എന്തായാലും ചെയ്തു കൊടുത്തേക്കാം. ഇപ്പം നീ തിരുമ്പുവാണെ നാളെ വലിയ മീൻ കഷ്ണം തരാം. മീൻ കഷ്ണം ഉണ്ടോ? എന്നാൽ ഞാൻ തിരുമ്പി തരാം. ശരി ബോസ്. എൻ്റെ കാര്യം കഴിച്ചു. ഞാൻ പോവാം ബോസ്. ശരി എന്നാ. എവിടെ നിന്നൊന്നും ഇല്ല. ഈ പെണ്ണെന്തിനാ എൻ്റെ നേരെ കാലം നീട്ടി കാണിക്കുന്നത്? ഹായ്, എൻ്റെ വലിയമ്മച്ചി കേട്ടോ അത്. ആ വൃത്തി കേട്ട സാധനം എൻ്റെ വയലിൽ വെച്ചതല്ലേ. എന്തായാലും വാഴയോ അല്ലെങ്കിൽ മീൻ കഴിക്കുമ്പോൾ ആ ചൊവയും കൂടെ വയറ്റി പോകും. എന്തിനാ വെറുതെ ഒരു പണി ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് all friends.